നമസ്കാരം. വീട് ഇങ്ങനെ കണ്ടുപോകുമ്പോൾ ഭയങ്കര അസ്വസ്ഥമായ ഒരു വീഡിയോ, ഭയങ്കര സങ്കടമായ വീഡിയോ. നിങ്ങളെ ഇടയിലൊന്ന് പങ്ക് ഒക്കെ വെച്ചിട്ട് ഈ ഒരു പോസ്റ്റ് കിട്ടുന്നത് കണ്ടും കേട്ടുപോയ കാര്യങ്ങളായിരിക്കും. എന്നാലൊന്ന് ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര അനീതിയായി. അതിൽ പറയുന്ന കാര്യം, ബിഗ് ബോസിലെ വിന്നറായ അനുമോളെ 1000 കണക്കിന് ആൾക്കാരാണ് വരവേൽപ്പ്. ഇന്ത്യക്ക് വേണ്ടി ടോപ്പ് 10 മത്സരിച്ച് ലോകത്തിൽ വരെ ഇന്ത്യയിൽ നിന്നും ഒരാൾ മത്സരിച്ചിട്ട് ടോപ്പ് 10 അത് ഇന്ത്യക്ക് തന്നെയല്ല അഭിമാനം. ഇന്ത്യക്കാരായ എനിക്കൊരു അഭിമാനമാണ്. ജിനോ ആന്റണി അദ്ദേഹം വന്നപ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ കഴിഞ്ഞ കാര്യമായാലും പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ഭയങ്കരമായൊരു മനസ്സിൽ ഭയങ്കര ഒരു അനീതിയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി, അദ്ദേഹം പറയുന്ന കേട്ടു നോക്കി. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു ഫോട്ടോ, ഒരു പോസ്റ്റ് അങ്ങനെ വൈറലായി കൊടുക്കുക. അങ്ങനെയാണ് അതിൽ പറഞ്ഞത്. അതായത് ബിഗ് ബോസ് ജേതാവ് അനുമോൾക്ക് 1000ങ്ങളുടെ വരവേൽപ്പ് എന്നാണ് ആ പോസ്റ്റിൽ പറഞ്ഞത്. തൊട്ടടുത്ത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയെ ലോകത്തിലെ ടോപ്പ് 10 എത്തിച്ച ജിനോ ആന്റണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെറും ബന്ധപ്പെട്ട ആളുകൾ മാത്രം വരവേൽക്കും. ഭയങ്കര സങ്കടം തോന്നി. കാരണം ഞാൻ മുപ്പര ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. കാരണം ഒരുപാട് വർഷത്തെ അധ്വാനം, 24 മണിക്കൂറുകൾ കൊണ്ട് 265 കിലോമീറ്റർ ഓടി ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 എത്തിച്ച് ജിനോ ആന്റണി നാട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊരു പ്രതീക്ഷകളുണ്ടാവുക. എന്നെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ടോ, എന്നെ സ്വീകരിക്കാൻ എന്റെ നാടുണ്ടോ, എന്നെ സ്വീകരിക്കാൻ എൻ്റെ അങ്ങനൊക്കെ ഒരുപാട് മോഹങ്ങളുണ്ട്. പക്ഷേ അന്ന് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ജിനോ ആന്റണി വന്ന് ഇറങ്ങുമ്പോൾ വെറും വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് പറഞ്ഞത്. ഭയങ്കര സങ്കടം എന്ന് പറയുന്നത് സ്പോർട്സ്മാൻ എന്ന രീതിയിൽ ഒരു സ്പോർട്സ്മാനെ കിട്ടേണ്ട ഒരു ആദരവല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം, ജിനോ ആന്റണി, നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്. ഞങ്ങളെ കമന്റ് ബോക്സ്